ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ സെൻസർഷിപ്പിൻ്റെ കുറേ വെട്ടലുകളൊക്കെ വേണമെന്ന് പറഞ്ഞൊരു സിനിമയാണ്. അല്ലെങ്കിൽ പേര് മാറ്റണം, ജാനകി എന്നുള്ള പേര് മാറ്റണം എന്നൊക്കെ പറഞ്ഞൊരു സിനിമയാണ്. എന്തായാലും ആ ഒരു സിനിമയുടെ അനിശ്ചിതത്വം ഈ ഒരു കഴിഞ്ഞ മാസം 27-ാം തീയതി ഇറങ്ങേണ്ട സിനിമയാണ്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ പറയണം. സോ എന്തായാലും ഇതൊരു PR വർക്കാണോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. നമുക്കറിയാം, വിവാദം ഉണ്ടാക്കിയാലേ സിനിമയ്ക്ക് കൂടുതൽ ഓഡിയൻസ് കയറിയുള്ളൂ. സോ അങ്ങനത്തെ ഒരു വിവാദമാണോ, PR വർക്കാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇപ്പോൾ നമ്മുടെ സെൻസർ ബോർഡ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പേര് മാറ്റിയാൽ ഈ ഒരു സിനിമ ഇടാൻ അനുവദിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും ഈ ഒരു സിനിമ ഇറങ്ങുമെന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ PR വർക്കാണ് ഇതെല്ലാം. എല്ലാം ഒരു PR വർക്കിൻ്റെ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതായത് കൂടുതൽ ആളുകളിലേക്ക് സിനിമയുടെ പേരെത്തുക, വൈറലാകുക, അവർക്ക് മുടക്കിയ തിരിച്ചു കിട്ടുക, ഇതൊക്കെയാണ് സംഭവം എന്ന് പറയുന്നത്. എന്തായാലും പേര് മാറ്റി ജാനകി എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ സിനിമ ഇറക്കിക്കൊള്ളാൻ സെൻസർ ബോർഡ് പറയും. ഇത്രയും നാൾ പറഞ്ഞത് 93 കട്ടൊക്കെ വേണമെന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ മാറി മറിയാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. നമുക്കറിയാം, സുരേഷ് ഗോപിക്ക് സുഖമായിട്ട് ഇത് വെട്ടി മാറ്റാവുന്നേ ഉള്ളൂ, ഈ വിലക്കൊക്കെ മാറ്റാവുന്നേ ഉള്ളൂ. പുള്ളി പൊളിറ്റിക്കൽ ലീഡറാണ്, BJPയുടെ ലീഡറാണ്. സോ BJPയുടെ കൺട്രോളിലൊക്കെയാണ് ഇതൊക്കെ വരുന്നത്. സോ പുള്ളിക്ക് ഇത് മാറ്റാവുന്നേ ഉള്ളൂ. പുള്ളിയും വിചാരിച്ച് കാണും കുറച്ച് എന്താ പറയുക, വൈറലാകട്ടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന്. എന്തായാലും സിനിമ നല്ലതാണെങ്കിൽ മാത്രമേ ഇവിടെ ഹിറ്റാകത്തുള്ളൂ. അല്ല ചുമ്മാ ഇങ്ങനെ PR വർക്കൊന്നും ചെയ്തിട്ട് സിനിമയൊന്നും വലിയ രീതിയിൽ പൊങ്ങാനൊന്നും പോകുന്നില്ല. സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പ്രകാരത്തിൽ കാണുന്നൊരു ഗുഡ് ബൈ.